ഗിരിനിരകൾ കസവിട്ട ഹരിതഭംഗിയുടെ നിഗൂഢ വിസ്മയം. ഗതകാല പ്രവാഹത്തിന്റെ നഷ്ടാവശിഷ്ടങ്ങളായി ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ പ്രകടമാകുന്ന ഭൂതക്കോലങ്ങളുടെയും അനുഷ്ഠാന വിശ്വാസങ്ങളുടെയും വിളഭൂമി. വൈവിധ്യമാർന്ന ഭാഷകളും സംസ്കാരങ്ങളും അതിന്റെ തിരുശേഷിപ്പുകളായ ചെങ്കല്ലറകളും നന്നങ്ങാടികളും മുനിയറകളും സംസ്കാരത്തിന്റെ കൈവഴികളായി ഒഴുകിപ്പടർന്നു പരിലസിക്കുന്ന ജലസ്രോതസ്സുകളും കഥ പറയുന്ന നാട്ടുവഴികളും ചരിത്രമുറങ്ങുന്ന പാറക്കെട്ടുകളും ഓർമ്മകളുണ്ടായിരിക്കണമെന്ന് എന്നും ഓർമ്മിപ്പിക്കുന്ന വയൽവരമ്പുകളും മഞ്ഞൾ കുറി മണക്കുന്ന കാവുകളും തോറ്റം പാട്ടുകൾ അലയടിക്കുന്ന ദേവസന്നിധികളും എന്തിനേറെ ആനുകാലിക ജനകീയ ജീവിതത്തോടൊപ്പം മുറതെറ്റാതെ കലാപാരമ്പര്യത്തെ പരിപോഷിപ്പിക്കുന്ന അനുഷ്ഠാന സാംസ്കാരിക കലകളും ഒരു ദേശത്തിന്റെ നന്മ വറ്റാത്ത മനുഷ്യരുടെ അതിജീവനത്തിന്റെ കഥ. അതെ, ഇത് പരശുരാമ സൃഷ്ടിയുടെ തുളുനാടിന്റെ കാസർഗോഡിന്റെ പ്രത്യേകതയാണ്. 1984 മെയ് മാസം 24 കാസർഗോഡ് ജില്ല രൂപീകൃതമായി. കാഞ്ഞിരക്കൂട്ടം എന്നർത്ഥം വരുന്ന കുസിരക്കോട് എന്ന കന്നഡ പദത്തെ മലയാളീകരിച്ച് കാഞ്ഞിരോട് എന്നും പിന്നീട് അത് കാസർഗോഡുമായി പരിണമിച്ചു. തുളു സംസ്കൃതിയുടെ തിരുശേഷിപ്പുകൾ മുറതെറ്റാതെ പരിപാലിക്കുന്ന ഈ പ്രദേശസീമ തുളുനാട് എന്നും അറിയപ്പെടുന്നു. ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളും കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരിപ്പുഴ വരെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ തുളുഭാഷ സർവ്വസാധാരണമാണ്. തനതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് സമ്പന്നമാണ് തുളുനാട്. ഭൂതക്കോലം, നാഗാരാധന, കങ്കാള, യക്ഷഗാനം എന്നിവയൊക്കെയും കലാരൂപങ്ങളായും നാടോടി പാരമ്പര്യവും വൈദിക പാരമ്പര്യവും ഇടകലർന്ന സംസ്കാരവും സമന്വയിക്കുന്ന ഭൂമിക. ആലുപ കാലഘട്ടം, വിജയനഗര കാലഘട്ടത്തിലെ രായന്മാർ, കേളടി കാലഘട്ടത്തിലെ നായക്കുകൾ, മൈസൂർ സുൽത്താൻമാരുടെ കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്നിങ്ങനെ രാഷ്ട്രീയ ചരിത്രം പേറുന്ന മണ്ണ്. ഭക്തിവിശ്വാസങ്ങളുടെ കലവറയായി ഗ്രാമങ്ങളിൽ കണ്ടുവരുന്ന ഭൂതനൃത്തം അല്ലെങ്കിൽ ആത്മനൃത്തം ഭൂതാരാധനയുടെ പ്രതിസ്വരൂപമാണ്. ഭൂതങ്ങളുടെ ഉത്സവം ആഘോഷിക്കുന്ന വാർഷിക ചടങ്ങ് കോല അല്ലെങ്കിൽ നേമ എന്നറിയപ്പെടുന്നു. ദൈവങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂതങ്ങൾ മനുഷ്യരിൽ നിന്നും ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായ അർദ്ധ ദിവ്യ ആത്മാക്കളാണ്. സർപ്പാരാധനയുടെ ഒരു രൂപമായി കണ്ടുവരുന്ന നാഗമണ്ഡലവും ഡക്കേബലിയും പുരാണേതിഹാസ കഥാസന്ദർഭങ്ങളെ ആസ്പദമാക്കിയുള്ള നൃത്തനാടക രൂപത്തിലുള്ള യക്ഷഗാന ബയലാട്ടവും അനുഷ്ഠാന കലാപൈതൃകത്തിന്റെ പെരുമ വിളിച്ചോതുന്നു. ഭാഷാ വൈവിധ്യവും സാംസ്കാരിക പ്രബുദ്ധതയും ആധ്യാത്മിക സനാതന ധർമ്മവിശ്വാസധാരയും കരുത്തു പകരുന്ന ഈ ദേവഭൂമി ചരിത്രപ്രസിദ്ധമായ നിരവധി പുരാതന ക്ഷേത്രങ്ങൾക്കും സന്യാസി മഠങ്ങൾക്കും പേരുകേട്ടതാണ്. ദ്വാപരയുഗത്തോളം പഴക്കമുള്ളതും അർജുനൻ സ്ഥാപിച്ചതുമായ ശിവലിംഗ പ്രതിഷ്ഠയോട് കൂടിയ അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രവും മധുവാഹിനിയുടെ തീരഭൂമികയിൽ ഏറെ പ്രശസ്തമായ മൂടപ്പ സേവയെന്ന വഴിപാട് നടക്കുന്ന മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രവും പ്രകൃതിയും ജീവജാലങ്ങളും മനുഷ്യനും തമ്മിലുള്ള ദൈവീക ബന്ധത്തിന്റെ പൊരുളാധാരമായി നിലകൊള്ളുന്ന കേരളത്തിലെ ഏക തടാകക്ഷേത്രമായ അനന്തപുര തടാകക്ഷേത്രവും കാസർഗോഡിന്റെ ആധ്യാത്മിക വിസ്മയമായി നിലകൊള്ളുകയാണ്. പൗരാണിക പശ്ചാത്തലം കൊണ്ടും രോഗശാന്തി നൽകുന്ന ദിവ്യശക്തി കൊണ്ടും
ഏറെ പ്രശസ്തമായ മുജങ്കാവ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ബാല്യാവസ്ഥയിലുള്ള വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന പൗരാണിക പ്രസിദ്ധമായ കണിപുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രവും തീരദേശത്തെ പ്രശസ്തമായ 9 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ നിത്യേന അന്നദാന സേവ നടത്തുന്ന മല്ല ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രവും ദൈവത്തിന്റെ കോടതി എന്നറിയപ്പെടുന്ന കാനത്തൂർ നാൽവർ ദേവസ്ഥാനവും ആധ്യാത്മിക സാധനയുടെ നിറവിളക്കായി കാസർഗോഡിന്റെ ദൈവീക വരദാനമായി നിലനിൽക്കുന്നു. തെയ്യം, ഭൂതാരാധന എന്നിവയുടെ ഭാഗമായുള്ള അനേകം ദേവസന്നിധികളും തറവാട് ഭവനങ്ങളും കാവുകളുമുണ്ടിവിടെ. ശിവാംശമായ ഗുളികരാജൻ തിരുവടികൾ, ജുമാതി, കോട്ടി ചെന്നയ്യ, ഉള്ളാകുലു, കല്ലുരുട്ടി, പഞ്ചുരുളി, പിലിച്ചാമുണ്ടി തുടങ്ങിയ കോലങ്ങളൊക്കെയും ഈ ആരാധനയുടെ ഭാഗമായി കെട്ടിയാടപ്പെടുന്നു. ബഹുഭാഷ സമ്പന്നമായ ഈ നാടിന്റെ അദ്വൈത ആധ്യാത്മിക ദർശനത്തിന്റെ അടിവേരുകൾ പടർന്നു പന്തലിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തിലേക്ക് പോലും നയിച്ച നിയമവ്യവഹാരത്തിന് കാരണമായ പ്രശസ്ത ഹൈന്ദവ സന്യാസ കേന്ദ്രമാണ് എടനീർമഠം. മധുവാഹിനി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എടനീർമഠത്തിന്റെ ഇപ്പോഴത്തെ അധിപതി ജഗദ്ഗുരു ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമികളാണ്. ശ്രീ നിത്യാനന്ദ ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രേരിതമായി പ്രവർത്തിക്കുന്ന ഉപ്പളയിലെ കൊണ്ടേവൂർ ആശ്രമം, ആനന്ദാശ്രമം, നിത്യാനന്ദാശ്രമം, ചിന്മയ മിഷൻ എന്നിവയൊക്കെയും കാസർഗോഡിന്റെ വരദാനമാണ്. കലയ്ക്കും സാഹിത്യത്തിനും കായികത്തിനും ഈ മണ്ണ് നൽകിയ സംഭാവന ചെറുതൊന്നുമല്ല. പരമ്പരാഗത നൃത്യനാടക കലാരൂപം വൈഷ്ണവ ഭക്തിപ്രസ്ഥാനത്തിന്റെ സ്വാധീനത്താൽ രൂപം കൊണ്ട യക്ഷഗാനം, കന്നഡയിലെ പ്രഥമ രാഷ്ട്രകവിയായ രാഷ്ട്രകവി എം ഗോവിന്ദ പൈ, ക്രിക്കറ്റ് താരം അനിൽ കുംബ്ലെ എന്നിവരൊക്കെയും അടയാളപ്പെടുത്തിയ മണ്ണാണ് നമ്മുടെ കാസർഗോഡും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തുളുനാടും. ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളായ നിരവധി കോട്ടകളും സ്മാരകങ്ങളും ഇവിടെയുണ്ട്. ശിവപ്പ നായിക്ക് നിർമ്മിച്ച ബേക്കൽ കോട്ടയും നിത്യാനന്ദ കോട്ടയും ആരിക്കാടി കോട്ടയും ചന്ദ്രഗിരി കോട്ടയും മൈപ്പാടി കൊട്ടാരവും പ്രധാനപ്പെട്ടവയാണ്. ഭൂമിശാസ്ത്രപരവും വിനോദസഞ്ചാരപരവുമായ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. പുരാതന തുറമുഖ നഗരമായ കുമ്പള നഗരം, പൊസഡി ഗുപ്പെ ഹിൽ സ്റ്റേഷൻ, മാടത്തുമല, മഞ്ഞംപൊതി എന്നിവയൊക്കെയും പ്രാധാന്യമേറിയതാണ്. ചരിത്രവും സംസ്കാരവും കൃഷിയും കലയും കായികവും സമഞ്ജസമായി സമന്വയിപ്പിച്ച് ഭൂതകാല പൈതൃക പാരമ്പര്യങ്ങളെ നെഞ്ചേറ്റി തുളുവൈഭവത്തിന്റെ മാറ്റുലി മുഴക്കുകയാണിവിടം. തുളുവും കന്നഡയും ബ്യാരിയും മറാഠിയും കൊങ്കണിയും ഉർദുവും മലയാളവും ഭാഷാ വൈവിധ്യങ്ങളായി ഔദ്യോഗിക പക്ഷിയും പുഷ്പവും വൃക്ഷവും ഉൾക്കൊള്ളുന്ന കാസർഗോഡ് ഒരു ഹൃദയ വൈകാരികമായി നിലകൊള്ളുകയാണ്.